ഏകദേശം ഒരു 4-5 വർഷം മുന്നേ ഫുഡ് വ്ലോഗർ മൃണാളിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സ്പോട്ടിൽ ആദ്യമായിട്ട് പോകുന്നത്. കണ്ണൂരുകാരനായിട്ട് പോലും ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് അതിനു മുന്നേ എനിക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അന്ന് കല്ലുമ്മക്കായ് ബിരിയാണിക്ക് 200 റുപ്പീസും ചിക്കൻ ബിരിയാണിക്ക് 120 റുപ്പീസും അങ്ങനെയായിരുന്നു റേറ്റ് വന്നത്. ബജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ എന്റെയും എൻ്റെ ഫ്രണ്ട്സിന്റെയും ഒരു സ്ഥിരം സ്പോട്ട് തന്നെയായിട്ട് ഈ റെസ്റ്റോറന്റ് മാറിയേ. സൈഡായിട്ട് വന്നത് സാലഡും ബീട്രൂട്ട് പിക്കിളും അതേപോലെ ഇവരുടെ ഈ ഒരു പച്ച ചമ്മന്തിയാണേ. ആ ഒരു ചമ്മന്തി ഒരു അസാധ്യ ടേസ്റ്റ് ആണേ. ബീഫ് ബിരിയാണിക്ക് റേറ്റ് വന്നത് 170 റുപ്പീസ് ആണേ. 2 പീസ് ബീഫ് ആയിരുന്നു ഉണ്ടായത്, രണ്ടും മീഡിയം സൈസ് ആയിരുന്നേ. മൊത്തത്തിലുള്ള അരോമ കൊള്ളായിരുന്നു. ബട്ട് ബിരിയാണിയുടെ ടേസ്റ്റിലേക്ക് വരുമ്പം ഒരു ഓക്കെ ഓക്കെ ആയിട്ടാണ് ഫീൽ ആയത്. ബീഫ് പീസസ് അത്യാവശ്യം മുറ്റായിരുന്നു. അതുപോലെ ആ റൈസിന്റെ ക്വാളിറ്റി ആയാലും അത്ര ഒരു ടോപ്പ് ലെവലൊന്നും ആയിരുന്നില്ല. അടുത്ത ട്രൈ ചെയ്തതാണ് ഇവരുടെ ഈ കല്ലുമ്മക്കായ് ബിരിയാണി. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിപ്പം. അറൗണ്ട് 7 to 8 പീസസ് ഓഫ് കല്ലുമ്മക്കായ് ആണ് ഇതിലുണ്ടായത്. ബിരിയാണി അത്യാവശ്യം നന്നായിരുന്നു. പക്ഷേ റൈസിന്റെ ക്വാളിറ്റി അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നി. ക്വാണ്ടിറ്റി വൈസ് നോക്കുന്നതാണേലും 300 റുപ്പീസിന് അത്ര വെർത്തായിട്ട് തോന്നിയില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ബീഫ് ബിരിയാണിയെ കാണി എത്രയോ ബെറ്റർ ആയിരുന്നു ഇവരുടെ ഈ കല്ലുമ്മക്കായ് ബിരിയാണി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത റേറ്റ് ആയിരുന്നു ഇവരുടെ ചിക്കൻ 65, 120 റുപ്പീസോ മറ്റോ ആയിരുന്നു അതിന്റെ റേറ്റ് വന്നത്. അതൊരു മാസ് ഐറ്റം ആയിരുന്നേ. കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ 65ന്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പഴയ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ലേ. കണ്ണൂര് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതിലും നല്ല ബിരിയാണി കൊടുക്കുന്ന ഒരുപാട് സ്പോട്ട് ഉണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ്.